പത്തനംതിട്ടയിൽ ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട് ജപ്തി ചെയ്ത് കേരള ബാങ്ക്. കൊറ്റനാട് മടത്തംചാലിലെ വീടാണ് കേരള ബാങ്ക് ജപ്തി ചെയ്തത്. മുൻ ഭൂവുടമ എടുത്ത വായ്പയിലാണ് ജപ്തി എന്ന് വീട്ടുകാർ ആരോപിച്ചു. ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് തകർത്ത് യൂത്ത് കോൺഗ്രസും നാട്ടുകാരും. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, വലിയ രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്ത സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ ജപ്തിയെ തുടർന്ന് വീട്ടുകാർ ആരോപിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? സംഗീത, വിചിത്രമായ ഒരു ജപ്തി നടപടിയാണ് കേരള ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും പത്തനംതിട്ട കൊറ്റനാട് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട് 2017 ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഇവർക്ക് ലഭിച്ച വീടാണ്. ഈ വീടാണ് ഇപ്പോൾ കേരള ബാങ്ക് ജപ്തി ചെയ്തിരിക്കുന്നത്. ഇവർ പറയുന്നത് ഈ കേരള ബാങ്കിൽ നിന്ന് ഇവർ ലോൺ എടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വീട്ടുകാരുടെ വിശദീകരണം, ഇവർ ഈ 3 സെന്റ് ഭൂമി വാങ്ങിയത് തൊട്ട് അടുത്ത വീട്ടുടമസ്ഥന്റെ കയ്യിൽ നിന്നുമാണ്. വിജയകുമാർ എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നുമാണ് ഈ 3 സെന്റ് വസ്തു വാങ്ങിയത്. ആ വ്യക്തി മുൻ ഭൂവുടമ എടുത്ത ലോണിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബാങ്ക് ജപ്തി ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അമ്മ എന്താ സംഭവിച്ചത്? എന്തായിരുന്നു? കഴിഞ്ഞ 2 മാസം മുന്നേ ഇതുപോലെ ബാങ്കുകാർ വന്ന് പറഞ്ഞു, ഇത് ഇവിടുന്ന് ഇറങ്ങണത് നിങ്ങളുടേതല്ല, അത് ബാങ്കിൽ നിന്ന് ലോണുള്ളതാണ്, അത് വിജയകുമാർ. അന്നേരം ഞങ്ങൾ പറഞ്ഞു, സാറേ ഞങ്ങൾ ലോണൊന്നും എടുത്തിട്ടില്ല, 5 പൈസ പോലും ലോൺ എടുത്തിട്ടില്ല. വിവരങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഇതെല്ലാം കാണിച്ചു. അപ്പോൾ അന്ന് പിന്നെ വേറെ ബാങ്കിലെ ആൾക്കാരൂടെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കറിയത്തില്ലല്ലോ, കോടതിയിൽ നിന്ന് വന്നാന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഇവന് പിള്ളേരാരും ഇവിടെയും ഞാൻ മാത്രമേ, ഞാൻ തൊഴിലുറപ്പിന് പോയായിരുന്നു. അവിടെ നിന്ന് ഓടി അലിച്ച് ഇവിടെ വന്നപ്പം അപ്പം ഞാൻ പറഞ്ഞു, അവന് എൻ്റെ ആങ്ങളുടെ ഇത് അവനാകെ പോകുകയോ ഈ 3 സെൻറ്റ് സ്ഥലം ഇതേ ഉള്ളു, കയറി കിടക്കാൻ വേറെ ഇടവില്ല. അതുകൊണ്ട് സാർമാരത് ദയവ് ചെയ്ത് ജപ്തിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണം, അത് പറ്റത്തില്ല, അങ്ങനെ പൈസ അടച്ചേ പറ്റത്തുള്ളൂ, ഇനിയും നിങ്ങളുടെ കണ്ണുനീരിനും കൈക്കൊന്നും വിലയില്ല, ഇങ്ങനെ പലരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മൾ ഈ വീട് ഒരു പൈസ പോലും ഈ വസ്തു കൊടുത്ത് ഞങ്ങൾ എടുത്തിട്ടില്ല, ഒരു നയാ പൈസ പോലും ഇന്ന് വരെ എടുത്തിട്ടില്ല. ബാങ്കിൽ സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ബാങ്കിൽ ഞങ്ങൾ സംസാരിച്ചില്ല, ഇവിടെ വന്നപ്പോഴാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ബാങ്കിൻ്റെ സ്ഥലത്ത് നിങ്ങൾ എന്തിനാ വീട് വെച്ചത്? ഞങ്ങൾ ബാങ്കിൻ്റെ സ്ഥലത്തല്ല, നമ്മുടെ സ്ഥലത്തല്ലേ വീട് വെച്ച്, നമ്മൾ അയാളോട് എഴുതി വാങ്ങിച്ചു, അയാളെ നമുക്ക് എഴുതി തന്നെ. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ അയാളെ കൊണ്ടുവന്ന് ഒന്നെങ്കിൽ ഈ പൈസ അടപ്പിക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് ഒഴിയുക. ഈ രേഖകൾ കാണിച്ചപ്പോൾ എന്താ പറഞ്ഞത്? രേഖകൾ കപ്പലിൻ്റെ പൊതിയാൻ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞു? അങ്ങനെ തന്നെ പറഞ്ഞു. എന്തായാലും സംഗീത, പൊതുപ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അടക്കം ഇവിടെ എത്തി ഈ ബാങ്ക് സ്ഥാപിച്ച പൂട്ടടക്കം തകർത്തിട്ടുണ്ട്. ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു മനുഷ്യത്വരഹിതമായ നടപടി ഒരു സഹകരണ ബാങ്കാണ്. തീർച്ചയായും ഈ കേരളത്തിൽ ഇനിയും ജപ്തിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ്. ഇവിടെ ഇന്ന് ഈ ജപ്തി ചെയ്തിട്ടുള്ളത് സർക്കാരിൻ്റെ സ്വന്തം ബാങ്കായ കേരള ബാങ്കാണ്. അത് അന്യായമായൊരു ജപ്തി. കാരണം പൂർണ്ണമായി ഇവരുടെ കൈവശം 15 വർഷത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് അടക്കം, അതായത് ഈ സ്ഥലത്തിനൊരു ബാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വില്ലേജിൽ നിന്ന് കൊടുത്തിട്ടുള്ള ബാധ്യതാ സർട്ടിഫിക്കറ്റ് അടക്കം, പിന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റ് അടക്കം, നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് അടക്കം മുഴുവൻ രേഖകളും ഇവർക്ക് അനുകൂലമായി ഉള്ളപ്പോൾ കൊറ്റനാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഇവർക്ക് ലൈഫ് പദ്ധതിയിൽ വീട് ലഭിച്ചിട്ടുള്ള ഇവരുടെ ഈ സ്ഥലം അന്യായമായി ഇവരില്ലാത്ത സമയത്ത് ഇവിടെ വന്ന് അതിക്രമിച്ച് കയറി ഇത്തരത്തിലുള്ളൊരു തെമ്മാടിത്തരം കാണിച്ചിട്ടുള്ളത് കേരള ബാങ്കാണ്. ബാങ്കിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. ഞങ്ങൾ പോലീസ് അധികാരികളോടും ഇവരില്ലാത്ത സമയത്ത് അന്യായമായി അതിക്രമിച്ച് ഇവിടെ കയറിയ ബാങ്കിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ തുടർ നടപടി, അതായത് ഈ ജപ്തി നടപടികളുടെ തുടർച്ച എന്നോണം എങ്ങനെ മുന്നോട്ട് പോകാനാണ്? ഇവർക്ക് ഈ ബാങ്കുമായി യാതൊരുവിധ ലയബിലിറ്റിയും ഇല്ല. ഇവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ല. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ ജപ്തിയിലേക്ക് അല്ലെങ്കിൽ ഇതിന് പൈസ അടയ്ക്കാൻ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് ബാങ്ക് അധികൃതർ ഇത് 15 സെൻറ്റ് സ്ഥലമാണ്, അതിൽ നിന്നാണ് 3 സെൻറ്റ് സ്ഥലം ഇവർ വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ബാക്കി സ്ഥലം അവിടെ ഉണ്ട്. അവർക്ക് ആ സ്ഥലം എടുക്കുകയോ അത് ജപ്തി ചെയ്യുകയോ അതിൻ്റെ ആ പഴയ ഉടമയുടെ പേരിൽ തന്നെയാണുള്ളത്. അവർക്ക് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകാം. സംഗീത, അതാണ് ആധാരമടക്കമുള്ള എല്ലാ രേഖകളും ഈ വീട്ടുകാരുടെ പക്കലുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും നാട്ടുകാരും പൊതുപ്രവർത്തകരും അടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർ പറയുന്നത് കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കും. ബാങ്കിന് ആവശ്യമെങ്കിൽ ബാക്കി ഭൂമി ജപ്തി ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കുകയോ ചെയ്യാമെന്ന തീരുമാനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഒരു സഹകരണ ബാങ്കാണ് ഇത്തരത്തിലൊരു വീട് ജപ്തി ചെയ്തത്. 3 സെൻറ്റായിരുന്നു ഈ ഭൂമി ഉള്ളത്. 5 സെൻറ്റിൽ താഴെയുള്ള ആളുകളുടെ ബാധ്യത ഭൂമിയാണെങ്കിൽ ഇത് ജപ്തി ചെയ്യരുത് എന്ന അടക്കം മുഖ്യമന്ത്രിയുടെ അടക്കം നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു സഹകരണ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ ക്രൂരമായ ഒരു നടപടി, മനുഷ്യത്വരഹിതമായ ഒരു നടപടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 3 സെൻറ്റ് വീടും ലൈഫ് പദ്ധതിയിൽ 3 സെൻറ്റ് വസ്തുവും ലൈഫ് പദ്ധതിയിൽ അനുവദിക്കപ്പെട്ട വീടും ജപ്തി ചെയ്തിരിക്കുന്നു. സംഗീത. ശരി ശ്രീരാജ്, അത് തന്നെയാണ് ലൈഫ് പദ്ധതിയിൽപ്പെട്ട വീടാണ് ഇപ്പോൾ കേരള ബാങ്ക്
ജപ്തി ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ശ്രീരാജ് ബാബു നൽകിയത്.